ഹായ്, നമ്മളിന്നൊരു ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. വെളുപ്പിന് 4 മണിയായി ഞങ്ങൾ യാത്ര തുടങ്ങുമ്പോൾ. ഹായ്, അപ്പോൾ ഒത്തിരി നാളായി നമ്മൾ ലോങ് വീഡിയോസൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ കാനഡയ്ക്ക് ഒരു റോഡ് ട്രിപ്പ് പോവുകയാണ്. ഞങ്ങൾ മാത്രമല്ല ഉള്ളത്, ഞങ്ങളുടെ കൂടെ ഒരാളും കൂടി ഉണ്ട്. ഹായ്, ആയിക്കായിരിക്കും, ഞങ്ങളുടെ അലോറ ബേബിയും കൂടി ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഏർലി മോർണിംഗ് തന്നെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. പക്ഷേ ആ സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നമ്മൾ ആദ്യമായിട്ടല്ലേ ബേബീനെയും കൊണ്ട് ഇങ്ങനെ ലോങ്ങൊക്കെ പോകുന്നത്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻസും അതിൻ്റെ ഇടയിൽ ഒരു ഇൻട്രോ എടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഇപ്പം ഞങ്ങൾ ഫസ്റ്റ് ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്ന് സ്റ്റോപ്പ് ചെയ്തപ്പോൾ ഞങ്ങളിവിടെ കൊച്ചിനെ കാർ സീറ്റിൽ നിന്ന് ഇറക്കിയിട്ട് ഞങ്ങളൊന്ന് ഇൻട്രോ എടുക്കാൻ വേണ്ടിയിട്ട് നിന്നതാണ്. അപ്പോൾ അങ്ങനെ ഡീറ്റെയിൽഡ് വീഡിയോയുടെ ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി റോഡ് ട്രിപ്പ് ടു കാനഡ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞങ്ങൾക്ക് കുറച്ച് സ്പെഷ്യലും കൂടെ ആണല്ലോ, കാരണം ട്രാവലിംഗ് വിത്ത് ബേബി ഫസ്റ്റ് ടൈം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ ബേബീനെയും കൊണ്ട് ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഒത്തിരി കൺസേൺസ് ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ കുറച്ച് കോൺഫിഡൻ്റ് ആയിരുന്നാൽ മതി. ബേബിക്ക് മറ്റ് ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ല എങ്കിൽ പാരൻസ് കോൺഫിഡൻ്റ് ആണെങ്കിൽ കൊണ്ടുപോകാം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇവിടെ നിന്നൊരു 6 hours ജേണിയൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളെന്നാലും ഒരു കോൺഫിഡൻ്റായിട്ട് മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചു. നല്ല വെതറായിരുന്നു കേട്ടോ. എന്നാലും ഒത്തിരി തണുപ്പില്ല, ഒത്തിരി ചൂടുമില്ല. അവസ്ഥ സമ്മറിൽ നിന്ന് വിൻ്ററിലേക്ക് ഉള്ള ട്രാൻസിഷൻ്റെ സമയമാണ്. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു വെതർ തന്നെയായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്താണ് പോയത്, കാരണം ഫുൾ ടൈം നമുക്ക് കാർ സീറ്റിൽ ഇരുത്താൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഇൻ്റർവെല്ലെടുത്ത് ബേബീനെ ഒന്ന് കംഫർട്ടാക്കി ആക്കിയിട്ടാണ് കൊണ്ടുപോയത്. നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് ഈ സമയത്തൊരു യാത്ര അത്യാവശ്യമാണെന്ന് ഞങ്ങൾക്ക് തോന്നി. അതുകൊണ്ടാണ് പിന്നെ ഞങ്ങളിത് ഡിസൈഡ് ചെയ്തത്. ഇപ്പം നമ്മളിവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തേക്കാണ് ഒരു ബ്രേക്കിന് വേണ്ടിയിട്ട്. ഒന്ന് ജസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കൊച്ചിനെ ഒന്ന് ഫീഡൊക്കെ ചെയ്തിട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തതാണ്. കുറച്ച് നാൾ മുന്നേ വരെ ഞങ്ങൾക്കൊരു അവധി ദിവസം കിട്ടിക്കഴിഞ്ഞാൽ കൈ കിട്ടിയത് പാക്ക് ചെയ്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഏതെങ്കിലും ഒരു ലൊക്കേഷനിട്ട് ഒറ്റ പോക്ക്. പക്ഷേ ഇത്തവണത്തെ യാത്ര ഒത്തിരി വ്യത്യാസമുണ്ട്. എല്ലാം കൃത്യമായി പ്ലാൻ ചെയ്ത് കൃത്യമായി പാക്ക് ചെയ്ത് എല്ലാം മേക്ക് ഷ്യൂർ ചെയ്തിട്ട് വേണം ഇറങ്ങാനായിട്ട്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് ഞങ്ങൾക്ക് ഇതിൽ ശരിക്കും ഫീൽ ചെയ്തായിരുന്നു. ഇനി നമുക്ക് കുറച്ച് സമയം കൂടിയേ ഉള്ളൂ. അങ്ങനെ നമ്മൾ പയ്യെ ബോർഡറിലേക്ക് എത്തുകയാണ്. എന്തൊക്കെ പറഞ്ഞാലും എത്ര തവണ വന്നെന്ന് പറഞ്ഞാലും നയാഗ്രയുടെ ഭംഗി ഒന്ന് വേറെ തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ ബോർഡർ പയ്യെ ക്രോസ് ചെയ്ത് കാനഡയിലേക്ക് എത്തി. അലോറ ബേബി ആദ്യമായിട്ട് ആൻറ്റിമാരെയും അങ്കിൾമാരെയും ചേച്ചീനെയൊക്കെ കാണാൻ പോവുകയാണ്. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾക്കും ഇതൊരു സ്പെഷ്യൽ മൊമെൻറ്റ് തന്നെയാണ്. ഈ ഒരു യാത്ര വേണോ വേണ്ടിയോ എന്ന് ഞങ്ങൾ പലതവണ ആലോചിച്ചതാണ്. പക്ഷേ ലാസ്റ്റ് ഇവിടെ എത്തിയപ്പോൾ ഈ ഉള്ള ഹാപ്പി ഫേസസും ഈ ഒരു സ്പെഷ്യൽ മൊമെൻറ്റൊക്കെ കാണുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നു. നമ്മുടെ നന്മയും നമ്മുടെ സന്തോഷം ആഗ്രഹിക്കുന്നവരാണ് നമുക്ക് ചുറ്റുമുള്ളവർ. അവരുടെ കൂടെ കുറച്ച് ദിവസവും കൂടെ നിൽക്കാൻ പറ്റിയെങ്കിൽ എന്ന് ശരിക്കും ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു പോയിരുന്നു. എനിവേ ഹാപ്പിയായി. കുറച്ച് ഇമോഷണലായി പോകുന്നു, അത്രയ്ക്കൊന്നും പോകണ്ട. ഓക്കെ, നമുക്ക് ബാക്കി കാണാം. നയാഗ്രയിൽ ഒരു Airbnb എടുത്താണ് ഞങ്ങൾ താമസിച്ചത് കേട്ടോ. അപ്പോൾ നല്ലൊരു വീടായിരുന്നു അത്, വെരി നീറ്റ് ആൻഡ് ക്ലീൻ. ഒത്തിരി സെർച്ച് ചെയ്തിട്ട്, കാരണം അവിടെ താങ്ക്സ് ഗിവിങ്ങിൻ്റെ അവധിയൊക്കെ ആയതുകൊണ്ട് ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു കിട്ടാനായിട്ട്. പക്ഷേ ഫൈനലി ലാസ്റ്റ് മൊമെൻറ്റിലാണ് ഞങ്ങൾക്കൊരു Airbnb സെറ്റായത്. പക്ഷേ അതും അടിപൊളിയായിരുന്നു. ഇഷ്ടപ്പെട്ടോ വീട്? ഇഷ്ടപ്പെട്ടോ? ഞങ്ങളിങ്ങനെ ക്യാമ്പ് ഫയർ ഒക്കെ ചെയ്ത് നല്ല ചില്ലൗട്ടായിട്ട്, വലിയ തണുപ്പൊന്നുമില്ല പുറത്ത്. ഓക്കെ, ഇതാണ് കോഴ്സൊക്കെ പഠിച്ചത് പറഞ്ഞേ എങ്ങനെ ഹാൻഡ് വേവ് ചെയ്യണം.
ചില്ലൗട്ട് ചെയ്ത ജാക്സ്, കുഞ്ഞപ്പൻ ഞങ്ങളുടെ യൂട്യൂബർ. ചിരിക്കോ ഇയാള്? സ്മൈൽ പ്ലീസ്. അങ്ങനെ ഞങ്ങൾ നയാഗ്ര മൊത്തം ചില്ലൗട്ടൊക്കെ ചെയ്തു. അയ്യോ, ഞങ്ങൾ താമസിച്ച എയർബിഎൻബിയുടെ തൊട്ടടുത്താണ് ഈ ക്രിസ്റ്റൽ ബീച്ച്. അപ്പോൾ ഞങ്ങൾ അവിടേക്ക് ഒന്ന് ചില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഈവനിങ്ങിൽ സൺസെറ്റ് കാണാനായിട്ട്. അവിടെ കൊണ്ട് ഇറക്കാറുണ്ട്, പക്ഷെ ഇവിടെ ഇത്തിരി തണുപ്പ, അവള് പല്ലൊക്കെ ഇടിക്കണം. മതി 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 മതി. അപ്പോൾ ഗൈസ്, ഞങ്ങൾ കാനഡ വിസിറ്റ് ഒക്കെ കഴിഞ്ഞു. ഞങ്ങൾ പോവാണ്. ബൈ. അപ്പോൾ ഞങ്ങൾ റിട്ടേൺ പോവാണ്. അപ്പോൾ 2 ദിവസം ഞങ്ങൾക്ക് കുറച്ച് ഹാപ്പി മൊമെൻറ്റ്സ് തന്ന എല്ലാവർക്കും താങ്ക് യു ആൻഡ് മിസ് യു ഓൾ. അടുത്ത മീറ്റിംഗ് വരെ ബൈ ബൈ.